എല്ലാ എന്യൂമറേറ്റേഴ്സിനും സൂപ്പർവൈസേഴ്സിനും നമസ്കാരം. എൻ്റെ പേര് അഖിൽ. ഞാൻ മലപ്പുറം ജില്ലയിലെ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റിൽ സീനിയർ ക്ലർക്കായിട്ട് സേവനമനുഷ്ഠിക്കുന്നു. നിലവിൽ സെൻസസുമായി ബന്ധപ്പെട്ട് മലപ്പുറം ജില്ല തിരൂർ താലൂക്കിലെ ഫീൽഡ് ലെവൽ ട്രെയിനറായിട്ടും പ്രവർത്തിച്ചു വരുന്നുണ്ട്. നമ്മൾ പരിശീലനം നൽകിയ സമയത്ത് തന്നെ മാപ്പ് കണ്ടെത്തുക, മാപ്പിൻ്റെ ബൗണ്ടറി ഐഡൻറ്റിഫൈ ചെയ്യുക എന്നതിൽ പലർക്കും ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായി തന്നെ അവരോട് തുടക്കത്തിൽ തന്നെ ട്രെയിനിങ് കഴിഞ്ഞ് തുടർന്നുള്ള ദിവസങ്ങളിൽ തന്നെ ഫീൽഡിൽ വിസിറ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതാണ് അവർക്ക് കുറച്ച് ബെറ്റർ എന്നുള്ള രീതിയിൽ അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ള ഒരുപാട് പേരുണ്ട്. എന്നിരുന്നാലും അവരിൽ നിന്നെല്ലാം കിട്ടിയ ഫീഡ്ബാക്ക് അനുസരിച്ച് കൃത്യമായി ഇതിൻ്റെ ബൗണ്ടറികൾ എങ്ങനെയാണ് എന്ന് ഫിസിക്കലി ഐഡൻറ്റിഫൈ ചെയ്യാൻ, അതായത് നേരിട്ട് പോകുമ്പോൾ നമുക്കൊരു PDF മാപ്പ് മാത്രമാണ് HLB ആപ്പിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ കൃത്യമായിട്ട് അത് എവിടെയാണ് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പലർക്കും ബുദ്ധിമുട്ട് നേരിടുന്നുണ്ടെന്ന് പറഞ്ഞു. ചെറിയൊരു ട്യൂട്ടോറിയൽ വീഡിയോ തയ്യാറാക്കാൻ വേണ്ടിയുള്ള ഒരു എളിയ ശ്രമമാണ് ഇത്. നമ്മുടെ ഗൂഗിൾ എർത്ത് എന്ന് പറയുന്ന സംവിധാനം അത് പ്ലേ സ്റ്റോറിൽ ഉണ്ട്, ആപ്പ് സ്റ്റോറിലുണ്ട്, iOSൻ്റെ ആപ്പ് സ്റ്റോറിലുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ലാപ്ടോപ്പിലോ മറ്റു കാര്യങ്ങളിലോ വെച്ചിട്ട് കൃത്യമായിട്ട് നമുക്കത് ചെയ്യാൻ പറ്റും. അതിൽ നിങ്ങളുടെ HLB ഇൻക്ലൂഡിങ് അതിൻ്റെ ബൗണ്ടറികൾ, നിങ്ങൾക്കിപ്പോൾ തന്നിട്ടുള്ള മാപ്പിലുള്ളത് ഒരു താലൂക്കിൽ നിന്ന് തയ്യാറാക്കിയിട്ടുള്ള റോഡുകളുടെ ലേഔട്ടും കാര്യങ്ങളെല്ലാം വെച്ചിട്ട് അതിനനുസരിച്ച് തയ്യാറാക്കിയിട്ടുള്ള ഒരു ബൗണ്ടറി ആയിരിക്കാം. ഇതിൽ പലപ്പോഴും പാടങ്ങളും വരമ്പുകളും ഒക്കെ കീറി മുറിച്ച് പോകുന്ന രീതിയിലുള്ള അതൊക്കെ ഉണ്ടാകാം. അങ്ങനെ ആകുമ്പോൾ തന്നെ നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങളുടെ മാപ്പും അതിൻ്റെ ബൗണ്ടറികളും ഐഡൻറ്റിഫൈ ചെയ്യാനും മാത്രമല്ല സംശയമുള്ള പ്രദേശങ്ങൾ സൂമിൻ ചെയ്യാൻ, ഗൂഗിൾ എർത്ത് യൂസ് ചെയ്യുന്നതിൻ്റെ ഒരു ഗുണം കൃത്യമായിട്ട് സൂമിൻ ചെയ്ത് പോകാം എന്നുള്ളതാണ്. അപ്പോൾ സൂമിൻ ചെയ്ത് നിങ്ങളുടെ നോർത്ത് വെസ്റ്റ്, നോർത്ത് ഈസ്റ്റ്, സൗത്ത് ഈസ്റ്റ് കോർണറുകളൊക്കെ കൃത്യമായിട്ട് മാർക്ക് ചെയ്യാനും സംശയമുള്ള കോർണറുകൾ ഒരു ഐഡൻറ്റിഫിക്കേഷന് വേണ്ടിയിട്ട് ഇടാനും നിങ്ങൾ ഫിസിക്കലി പോകുമ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ നിങ്ങളുടെ പരിധിയിൽ തന്നെയാണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനും പറ്റുന്ന രീതിയിൽ ഇത് ഉപകാരപ്പെടും. ഈ ഒരു ചെറിയ ട്യൂട്ടോറിയൽ വീഡിയോ ഉപകാരപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ HLB ലേഔട്ട് മാപ്പ് വാങ്ങി ട്രൈ ചെയ്ത് നോക്കിയാണ്. ഒരുപാട് പേര് ഇതിൽ ബുദ്ധിമുട്ട് അറിയിച്ചുകൊണ്ട് ഒരു എളിയ ശ്രമം എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്താൽ മതി. ഫിസിക്കലി നിങ്ങൾ ഫീൽഡിലേക്ക് ഇറങ്ങുമ്പോൾ ഉപകാരപ്പെടും എന്ന പ്രതീക്ഷയോടെ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു. ആൻഡ്രോയിഡ് പ്ലേ സ്റ്റോറിൽ നിന്നോ iOS ആപ്പ് സ്റ്റോറിൽ നിന്നോ ഗൂഗിൾ എർത്ത് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിത് ഡൗൺലോഡ് ചെയ്യാം. അത് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ആക്കിയതിന് ശേഷം ഓപ്പൺ ചെയ്യുക. തുടർന്ന് ന്യൂ എന്ന ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ന്യൂ മാപ്പ് പ്രൊജക്റ്റ് എന്നൊരു ഓപ്ഷനാണ് ഉണ്ടാവുക. അത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ HLO ആപ്പിൽ നിന്ന് കിട്ടിയിട്ടുള്ള HLB ലേഔട്ട് ചെക്ക് ചെയ്യുകയും അതിലെ മേജർ ഡെസ്റ്റിനേഷൻ അല്ലെങ്കിൽ മേജർ ലൊക്കേഷനായിട്ട് മാർക്ക് ചെയ്തിട്ടുള്ള ഏതാണെന്നുള്ളത് നോക്കുക. ഞാൻ ഈ പ്രൊജക്റ്റ് HLB നമ്പർ വെച്ചിട്ടാണ് സേവ് ചെയ്തിട്ടുള്ളത്. ഇതിൽ GMLPS ഇരുമ്പുഴി എന്നതാണ് മേജർ ലൊക്കേഷൻ വരുന്നത്. ആ മേജർ ലൊക്കേഷൻ ഞാൻ സെർച്ച് ചെയ്യുകയും ഏകദേശം നമുക്ക് കൃത്യമായി അതിനടുത്തുള്ള രീതിയിലേക്ക് നമുക്ക് ലൊക്കേഷൻ എത്തുകയും ചെയ്തിട്ടുണ്ട്. ഇത് തന്നെയല്ലേ എന്നുള്ളത് കൃത്യമായിട്ട് നമ്മുടെ HLO ആപ്പിൽ നിന്ന് ലഭിച്ചിട്ടുള്ള മാപ്പ് പരിശോധിക്കേണ്ടതാണ്. iOS ആണെന്നുണ്ടെങ്കിൽ മാപ്പ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റില്ല. സ്വാഭാവികമായിട്ടും നമ്മൾ HLO ആപ്പിൽ തന്നെ ഈ മാപ്പ് ചെക്ക് ചെയ്യേണ്ടതാണ്. തുടർന്ന് ഏതെങ്കിലും ഒരു കോർണർ സെലക്ട് ചെയ്യുക. ഞാനിവിടെ സൗത്ത് ഈസ്റ്റ് കോർണറാണ് എടുക്കുന്നത്. എന്നിട്ട് ഇതിൻ്റെ തൊട്ട് താഴെയായിട്ട് 3 ഡോട്ട് കാണാം. അതിൽ ആഡ് പാത്ത് ഓർ പോളിഗൺ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ഏതെങ്കിലും ഒരു പോയിന്റിൽ വെച്ച് നമ്മുടെ ഒരു കോർണർ എടുക്കുന്നതിനാണ് എപ്പോഴും നല്ലത്. അതിൽ ആഡ് പോയിന്റ് എന്നുള്ള രീതിയിലേക്ക് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത്, ഇതിപ്പോൾ ഒരു റോഡിൻ്റെ നടുവശമായിട്ടാണ് ബൗണ്ടറി വരുന്നത്. അപ്പോൾ ഇതേപോലെ ഓരോ പോയിൻറ്റും വെച്ച് ആഡ് പോയിൻ്റ്, വീണ്ടും ആഡ് പോയിൻ്റ് ഒന്ന് നീക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്കതിങ്ങനെ നീണ്ടു പോകുന്നത് കാണാം. അങ്ങനെ ആഡ് പോയിൻ്റ് കൊടുക്കുക. ഞാനിപ്പോൾ വീഡിയോ സ്പീഡപ്പ് ചെയ്തതാണ്. ഇടയ്ക്ക് നമുക്ക് നമ്മുടെ മാപ്പും കൂടി ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഏതെങ്കിലും ഒരു ഡീവിയേഷൻസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ എവിടെയും കൃത്യമായി മാറിപ്പോകുന്നില്ല എന്ന് പരിശോധിച്ച് ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. അപ്പോൾ കറക്റ്റ് ആ ലൊക്കേഷൻ എവിടെയാണ് എന്നുള്ളത് നമ്മൾ മാപ്പിൽ HLO ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, അല്ലെങ്കിൽ ആൻഡ്രോയിഡ് ആണെങ്കിൽ PDF ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് സൂമിൻ ചെയ്യാൻ പറ്റും. iOSലാണെങ്കിൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റില്ല എന്നേ ഉള്ളൂ. എന്നിരുന്നാലും HLO ആപ്പിൽ തന്നെയുള്ള മാപ്പ് സെലക്ട് ചെയ്ത് അതിൽ പരമാവധി സൂമിൻ ചെയ്യാൻ പറ്റും. ഇത്തരത്തിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ മാപ്പും പരിശോധിക്കേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമേ നമ്മൾ ഈ ഒരു രീതിയിലേക്ക് എൻട്രി വരുത്താൻ പാടുള്ളൂ, ആഡ് പോയിൻറ്റ്സ് കൊടുക്കാൻ പാടുള്ളൂ, ഉറപ്പ് വരുത്തിയിട്ട്. ഇതിപ്പോൾ ഒരു അടുത്ത കോർണർ എത്തിയത് കൊണ്ടാണ്, അത് കറക്റ്റ് തന്നെയല്ലേ, അവിടെയല്ലേ ഒരു ജംഗ്ഷനാണ് എത്തിയത്, അടുത്ത പോയിൻ്റ് എത്തിയതല്ലേ എന്നുള്ള ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടാണ് അങ്ങനെ മാർക്ക് ചെയ്തത്. തുടർന്ന് കൺഫ്യൂഷൻ വരുന്നത്, ചിലപ്പോൾ റോഡുകളുടെ ലേഔട്ട് തന്നെ ആവണമെന്നില്ല നമുക്ക് HLB ലേഔട്ട് മാപ്പിൽ ഉണ്ടാവുക. ഇവിടെ തന്നെ ആ ഒരു വീടിൻ്റെ പോർഷൻ, റോഡ് മുന്നിൽ കൂടിയാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ പോലും ആ വീട് ഉൾപ്പെടെയാണ് നമ്മുടെ HLBയിലേക്ക് വന്നിട്ടുള്ളത്.
അപ്പോൾ അതിനനുസരിച്ച് മാർക്ക് ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. ഇത് വീഡിയോ ഇടയ്ക്ക് സ്പീഡപ്പ് ചെയ്ത് പോകുന്നുണ്ട്. തുടർന്ന് അടുത്ത കോർണർ വരിക. ഇവിടെ ഒരു പാടമാണ്. പാടമായിട്ട് നേരെ ക്രോസ് ആയിട്ടാണ് വരുന്നത്. ഈ ബൗണ്ടറികളൊക്കെ നമ്മൾ ഫിസിക്കലി പോവാതെ തന്നെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. മറ്റ് കെട്ടിടങ്ങളൊന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ. അപ്പോൾ അതിൻ്റെ ഏകദേശം ഇതേപോലെ നമ്മുടെ HLO ആപ്പിലുള്ള മാപ്പും ഈ ഗൂഗിൾ എർത്തിലേക്കുള്ളതും കൂടി വെച്ചിട്ട് വേണം നമ്മളിങ്ങനെ മാപ്പ് പാത്ത് മാർക്ക് ചെയ്യുക എന്നാണ് പറയുന്നത്. പാത്ത് മാർക്ക് ചെയ്ത് കൊണ്ടുവരേണ്ടത്. ഓരോ കോർണർ എത്തുമ്പോൾ അല്ലെങ്കിൽ മാപ്പ് പരിശോധിക്കുകയും അതിനനുസരിച്ച് മാപ്പിൽ നിന്നുള്ള കറക്റ്റായിട്ട് ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യുകയും വേണം. ഇത് അത്യാവശ്യം സമയമെടുക്കുന്ന പ്രോസസ്സാണ്. ഞാനിപ്പോൾ നിങ്ങൾക്കുള്ളൊരു ട്യൂട്ടോറിയൽ വീഡിയോ ആയതുകൊണ്ട് നല്ല രീതിയിൽ സ്പീഡപ്പ് ചെയ്തിട്ടാണ് കാണിച്ചിട്ടുള്ളത്. ഈ ഒരു പോർഷനിൽ തന്നെ നോക്കിയാൽ അറിയാം, നമുക്ക് ഒരുപാട് വളവുകൾ വരുന്നൊരു ഏരിയ ആണ് HLBയിലുള്ളതെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര വേണമെങ്കിലും ഇതുപോലെ പോയിൻറ്റ്സ് മാർക്ക് ചെയ്യാൻ പറ്റും. കണ്ടോ, ഈ പ്രദേശത്ത് ഒരുപാട് പോയിൻറ്റ്സ് വരുന്നത് കൊണ്ട് ഇതായിട്ട് വരാം. ഏറ്റവും അവസാനം നമ്മൾ തുടങ്ങിയ സ്ഥലത്തേക്ക് തന്നെ ഇത് എത്തുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. നമ്മളത് ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്ത് കൃത്യമായിട്ട് തുടങ്ങിയതിൻ്റെ മേലെ തന്നെ, ആ ഡോട്ടിൻ്റെ മേലെ തന്നെ വരുമ്പോൾ ക്ലോസ് ഷേപ്പ് എന്ന് പറഞ്ഞൊരു സാധനം വരും. അപ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ HLB മാർക്കിംഗ് അല്ലെങ്കിൽ നിങ്ങളുടെ ഈ പോളിഗൺ കൃത്യമായിട്ട് മാർക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതാണിപ്പോൾ ഓരോ കോർണറും നമുക്ക് നോക്കാൻ പറ്റും. ഗൂഗിൾ എർത്ത് ആയതുകൊണ്ട് 3D വ്യൂ അവൈലബിൾ ആണെങ്കിൽ അത് കിട്ടും. ഇപ്പോൾ ഞാൻ ഇടയ്ക്ക് HLB 184 എന്ന് കൊടുക്കുന്നുണ്ട്. നിങ്ങളത് നിങ്ങളുടെ HLB നമ്പർ ഏതാണോ അത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉപകാരമായിരിക്കും. ചിലപ്പോൾ ഞാൻ തൊട്ടടുത്തുള്ളതും കൂടിയായിട്ട് ചെക്ക് ചെയ്തപ്പോൾ ഒന്ന് തെറ്റുപറ്റിപ്പോയതാണ്. പിന്നെ ഇത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്പെടുന്നൊരു കാര്യം, ഇതിപ്പോൾ നമ്മൾ മാപ്പ് ലേഔട്ട് മാത്രമേ മാർക്ക് ചെയ്തിട്ടുള്ളൂ. ഇതിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഓരോ പോയിൻറ്റ്സ് വേണമെങ്കിൽ നിങ്ങളുടെ ഓരോ കോർണറുകളുണ്ടല്ലോ, നോർത്ത് വെസ്റ്റ് കോർണർ, നോർത്ത് ഈസ്റ്റ് കോർണർ, സൗത്ത് ഈസ്റ്റ് കോർണർ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കിതിൽ മാർക്ക് ചെയ്യാം. ജസ്റ്റ് ഏതെങ്കിലും ഒരു പോർഷനിൽ നമുക്ക് ക്ലിക്ക് ചെയ്തിട്ട് ചെയ്യാം. അത് മാത്രമല്ല, നമ്മൾ ഈ വരച്ചതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ എഡിറ്റ് ചെയ്യാനും ഓപ്ഷനുണ്ട്. ഇവിടെ തന്നെ ഈ ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ സേവ് ചെയ്തല്ലോ, ഒരു പോളിഗൺ സേവ് ചെയ്തിട്ടുണ്ട്. അതെടുത്തു കഴിഞ്ഞാൽ അതിൽ തന്നെ എഡിറ്റ് എന്നുള്ളൊരു ഓപ്ഷനുണ്ട്. നമ്മുടെ ഈ പോയിൻറ്റ്സ്, നമ്മൾ മാർക്ക് ചെയ്ത പോയിൻറ്റ്സ് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചേഞ്ച് ചെയ്യാം. ഇതിൽ തന്നെ ഏതെങ്കിലും ഒരു പോയിൻ്റ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ, നേരിട്ട് പോയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ എന്താ ഒന്ന് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നമുക്ക് മാർക്കർ ചെയ്യാൻ പറ്റും. മാർക്കർ പോയിൻ്റ് അല്ലെങ്കിൽ മാർക്കർ എന്നുള്ള രീതിയിലാണ് വരിക. ഇത് നോക്കിയാൽ അറിയാം, സേവ് ടു പ്രൊജക്റ്റ് എന്നുള്ളതിലേക്ക് അത് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ലാറ്റിറ്റ്യൂഡ് ലോഞ്ചിറ്റ്യൂഡ് നമുക്ക് കാണാൻ പറ്റും. സേവ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് പേര് വേണമെങ്കിൽ കൊടുക്കാം. ഞാനിപ്പോൾ ആ രീതിയിലേക്ക് പേര് കൊടുത്തിട്ട് 4 കോർണറും പേര് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ എത്ര വേണമെങ്കിലും നമുക്കിതിൽ ഇത്തരത്തിൽ നിങ്ങൾക്ക് ഡൗട്ടുള്ള പോയിൻറ്റ്സുകളെല്ലാം അല്ലെങ്കിൽ കോർണറുകളോ എന്തെങ്കിലും രീതികളിൽ നിങ്ങൾക്ക് ഡൗട്ടുള്ളത് പരമാവധി സൂം ഇൻ ചെയ്തിട്ട് വേണം ചെയ്യാൻ. സൂം ഇൻ ചെയ്തിട്ട് നിങ്ങൾക്ക് മാർക്ക് ചെയ്തിടാം. അപ്പോൾ അതിൻ്റെ ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. നിങ്ങൾ ഓരോ തവണ ഗൂഗിൾ എർത്ത് ആപ്പിലേക്ക് കയറുമ്പോഴും നിങ്ങളുടെ പ്രൊജക്റ്റ് ഇവിടെ വിസിബിൾ ആണ്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ലേഔട്ടിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും. കൃത്യമായിട്ട് അത് ഐഡൻറ്റിഫൈ ചെയ്യാനും പിന്നീട് റെഫറൻസിന് യൂസ് ചെയ്യാം. ഇനി നിങ്ങൾ ഫിസിക്കലി ഫീൽഡിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ GPS ലൊക്കേഷൻ ഓപ്പൺ ചെയ്ത് ഈ ആപ്പിലും ഈ പ്രൊജക്റ്റും ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങൾ ചെയ്തിട്ടുള്ള പ്രൊജക്റ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൊക്കേഷനിലൊരു പിൻ പോയിൻ്റ് ഉണ്ടാവും. അത് ഇതിലേക്ക് ഐഡൻറ്റിഫൈ ചെയ്യുന്ന രീതിയിലേക്ക് വരും. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങളുടെ ബൗണ്ടറി ഏതാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഫീൽഡ് പരിശോധനയ്ക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന രീതിയിലാണ് ഇത് നമുക്ക് ചെയ്യാൻ പറ്റുക. എല്ലാവരും ശ്രമിച്ചു നോക്കുക.